ഹലോ, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാറിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാറാണ് ഈ മാങ്ങ അച്ചാറ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ആവശ്യമില്ല എത്ര മാങ്ങ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് മാറ്റി വെക്കണം. ദെൻ ഒരു പാനിൽ കുറച്ച് കടുകും ഉലുവയും കൂടി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് തരി പോലെ പൊടിച്ചെടുക്കണം. പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കണം. എന്നിട്ടാകുമ്പം ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കണേ. ദെൻ കുറച്ച് അധികം വെളുത്തുള്ളിയും കുറച്ച് അധികം പച്ചമുളകും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റണേ. ദെൻ അതൊന്ന് ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റും കൂടി ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർക്കാവേ. എന്നിട്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഒരു മിക്സില്ലേ, കടുകിൻ്റെ ഉലുവൻ്റെയും അതും കൂടി ചേർത്തിട്ടാകുമ്പം ഇളക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ചേർക്കണേ. ദെൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് കായവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിക്കുക. ദെൻ ഈ സമയത്ത് വേണമെങ്കിൽ അച്ചാർപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടുണ്ടല്ല തണുത്തതിന് ശേഷം മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടാകുമ്പം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ.